ഡെസ്ക് മേക്കർ എന്നുള്ളൊരു പ്ലാൻ തലയിൽ പിടിച്ചേ പിന്നെ ഈ ഒരു ടേബിൾ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അബ്രോഡ് ആയിട്ടുള്ള ചാനൽസിലൊക്കെ എല്ലാ ചാനൽസിലും ഞാൻ ഇത് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കടിൽ ക്ലൗഡും ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്നാൽ ഞാനിതൊന്നും ചെയ്ത് നോക്കാം, ഒരു ഇൻസ്പയർഡ് ആയിട്ടും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. ഒരു കാർഡ്ബോർഡ് എടുത്ത് സർക്കിളിൽ കട്ട് ചെയ്തൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ ഇതിലുപയോഗിച്ചിട്ടുള്ള ആ ഒരു റോള്, പിന്നെ ഒരു റോൾ എടുത്ത് കവർ ചെയ്ത് അതും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഞാൻ വിഷുവിൻ്റെ വീഡിയോ ഇട്ട അതിൻ്റെ ബാക്കിയാട്ടോ. പിന്നെ ഒരു പേപ്പർ എടുത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഒന്നല്ല രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ രണ്ടെണ്ണം നിൽക്കുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒന്നല്ല അതിൻ്റെ ഫുള്ളിലും ഹോൾ ഇട്ട് കൊടുക്കണം. നിങ്ങളതിൽ പഞ്ചേഴ്സ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെന്ന് വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചർ ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ രണ്ടെണ്ണമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് പൊന്തി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഡബിൾ സൈഡ് വെച്ചാണ് ഒട്ടിക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ല. പിന്നെ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഇതെനിക്ക് തികയില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടെണ്ണം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് അതിൻ്റെ മുകളിൽ പിങ്ക് കളറോ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളറൊക്കെ അടിച്ചു കൊടുക്കുക, പെയിൻറ്റ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഭയങ്കര വെയിറ്റുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ പാടില്ല, കുറച്ച് ലോ വെയിറ്റിലുള്ള സംഭവങ്ങൾ വെക്കുക. അപ്പം ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഷൗട്ട് ഔട്ട്സ് ഇവരൊക്കെയാണ്. അഹന്യ, ആദ്യശ്രീ.